നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. മുഖ്യമന്ത്രി തീരുമാനിക്കാൻ കോൺഗ്രസിൽ ചർച്ചകൾ സജീവം. പേരുകളിൽ VD സതീശന് മുൻതൂക്കം. 3 മണിക്ക് ഹൈക്കമാൻഡ് യോഗം. ഫ്ലക്സ് വെച്ചതുകൊണ്ട് മാത്രം ആരെയും മുഖ്യമന്ത്രിയാക്കില്ലെന്ന് KC വേണുഗോപാൽ. ഗുരുവായൂരിൽ സ്ഥിരമായി എത്തുന്ന ദൈവവിശ്വാസിയായ വ്യക്തിയാകും അടുത്ത മുഖ്യമന്ത്രിയെന്ന് TN പ്രതാപൻ. മൂവാറ്റുപുഴ ആയവനയിൽ VD സതീശന് അനുകൂല ഫ്ലക്സ് വീണ്ടും. സ്ഥാപിച്ചത് പഞ്ചായത്തിലെ കോൺഗ്രസ് കൂട്ടായ്മ. കോട്ടയത്ത് KC വേണുഗോപാലിന്റെ ഫ്ലക്സിൽ കരിയോയിൽ പ്രയോഗം. തിരുവനന്തപുരത്ത് KC വേണുഗോപാലിനായി പോസ്റ്റർ. പോലീസ് വലയമില്ലാതെ വാഹനവ്യൂഹമില്ലാതെ പിണറായി വിജയൻ തിരികെ തലസ്ഥാനത്ത്. ആളുവാരവുമില്ല. കുടുംബസമേതം യാത്ര പാർട്ടി കാറിൽ. അകമ്പടി വാഹനമില്ലാതെ ക്ലിഫ് ഹൗസിലേക്ക്. ഇനി താമസം ചിന്ത കെട്ടിട സമുച്ചയത്തിലെ ഫ്ളാറ്റിൽ. നാളെ വാർത്താ സമ്മേളനം വിളിച്ചേക്കും. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമോ എന്നറിയാൻ ആകാംക്ഷ. തോറ്റത് പഠിക്കാൻ നാളെ CPM സെക്രട്ടേറിയറ്റ്. പാർട്ടി നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി P ജയരാജൻ. സീറ്റ് നിർണയം പാളിയെന്ന് CPIയിലും വിമർശനം. പിണറായിയെ ഭയന്ന് റോഷി അഗസ്റ്റിൻ പാർട്ടിയെ വഞ്ചിച്ചുവെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം. തമിഴ്നാട്ടിൽ സർക്കാരുണ്ടാക്കാൻ അതിവേഗ നീക്കവുമായി വിജയ്. CPM നേതൃത്വത്തെ ബന്ധപ്പെട്ടു. കോൺഗ്രസും കൈകൊടുത്തേക്കും. 10 MLA-മാരുടെ പിന്തുണ കിട്ടിയാൽ കേവല ഭൂരിപക്ഷമാകും. പശ്ചിമബംഗാളിൽ ഉടൻ അധികാരമേൽക്കാൻ BJP നീക്കം. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ മെയ് 9 പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തേക്കും. BJP സംസ്ഥാനത്ത് വ്യാപക അക്രമം അഴിച്ചുവിടുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസ്. ഗൾഫ് മേഖല വീണ്ടും ലക്ഷ്യമിട്ട ഇറാൻ. UAE-യിലെ ഫുജൈറ തുറമുഖം ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം. 3 ഇന്ത്യക്കാർക്ക് പരിക്ക്. ശക്തമായി പ്രതിരോധിച്ച UAE. അപലപിച്ച് ഇന്ത്യ. നടൻ സന്തോഷ് നായർ അന്തരിച്ചു. അന്ത്യം MC റോഡിൽ കൊട്ടാരക്കര ഏനാത്തിന് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച്. അഭിനയിച്ചത് തിയേറ്ററുകളിൽ ഇപ്പോൾ ഹിറ്റായി ഓടുന്ന മോഹിനിയാട്ടമടക്കം 100-ലേറെ സിനിമകളിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് കടക്കാൻ കോൺഗ്രസ്. പേരുകളിൽ മുൻതൂക്കം VD സതീശന് തന്നെയാണ്. AICC നേതൃത്വം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് യോഗം ചേരും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ലെന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പാർട്ടിക്ക് ചിട്ടവട്ടമുണ്ടെന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. കോട്ടയത്ത് KC വേണുഗോപാലിന്റെ ഫ്ലക്സിൽ കരിയോയിൽ പ്രയോഗം നടത്തി. നേതാക്കളെ മുഖ്യമന്ത്രിയായി അവരോധിച്ചുള്ള ഫ്ലക്സ് പോരും മുറുകുകയാണ്. ചരിത്ര വിജയത്തിന് പിന്നാലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകളും സജീവമായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ എന്നതുപോലെ 3 പേരുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോഴും ചർച്ചകൾ സജീവമായി പുരോഗമിക്കുന്നത്. അതിൽ തന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശന്റെ പേരിന് വേണ്ടി അല്ലെങ്കിൽ VD സതീശന് വേണ്ടി ഒരു വിഭാഗം സൈബർ ഇടങ്ങളിലടക്കം വലിയ തരത്തിലുള്ള പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ്. അതിനിടെയാണ് കോട്ടയത്ത് KC വേണുഗോപാലിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡിൽ കരിയോയിലൊഴിക്കുന്ന നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിനിടെ താൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ലെന്ന് വ്യക്തമാക്കി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരണം നടത്തിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേരണം. അതിന് AICC-ന്ന് നിരീക്ഷകരെ അയക്കണം. സീനിയർ മോസ്റ്റ് ലീഡേഴ്സ് ആയിരിക്കും കേരളത്തിലേക്ക് നിരീക്ഷകരായിട്ട് വരുന്നത്. അവർ വന്നു കഴിഞ്ഞാൽ MLA-മാരുടെ അവരുടെ കൂടെ സൗകര്യത്തിന് MLA-മാരുടെ യോഗം വിളിക്കും. തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ യോഗം വിളിക്കും. അതിനുശേഷം ആ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൊടുത്ത് അവരാണ് തീരുമാനിക്കേണ്ടത്. അവർക്ക് എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനം എടുക്കാൻ ഹൈക്കമാൻഡിന് സാധിക്കും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സൈബർ ഇടങ്ങളിലല്ല, പാർട്ടിയുടേതായ ചിട്ടവട്ടങ്ങളുണ്ട്. അതനുസരിച്ച് ഹൈക്കമാൻഡായിരിക്കും ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുകയെന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. സാമൂഹ്യ മാധ്യമങ്ങളെ ചർച്ചകളല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. അതിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ട്. അത് ഒരു മാറ്റം ആരും വിചാരിച്ചാലും വരുത്താൻ കഴിയില്ല. ഞാൻ പറഞ്ഞ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് തീരുമാനം ദേശീയ നേതൃത്വം സ്വീകരിക്കും. നടപടിക്രമങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കുന്നതിനായി ഹൈക്കമാൻഡിന്റെ 4 ഒബ്സർവർമാർ അടിയന്തരമായി തലസ്ഥാനത്തേക്കെത്തും. അതിനുശേഷം അടുത്ത ദിവസം തന്നെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന്
അതിൽ ഏറ്റവും പിന്തുണയുള്ള നേതാവ് ആരാണ് എന്ന് ഓരോ MLA-മാരോടായി ഒബ്സർവർമാർ നേരിട്ട് ചോദിച്ചറിയും. അതിനുശേഷം ആ തീരുമാനം അവർ ഹൈക്കമാൻഡിനെ അറിയിക്കും. പിന്നീട് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കും. അവിടെ വെച്ചായിരിക്കും മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ അന്തിമമായ തീരുമാനം ഉണ്ടാകുക. എന്തായാലും PSCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസമാണ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് നിന്ന് തന്നെയുള്ള ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവിനെയാണ് പരിഗണിക്കുന്നതെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രവർത്തക സമിതി അംഗവും തെരഞ്ഞെടുപ്പിലെ പ്രചാരണ സമിതി അധ്യക്ഷനുമായ രമേശ് ചെന്നിത്തലയ്ക്കും തന്നെയാണ് മുൻതൂക്കം. അതിൽ ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണ ലഭിക്കുന്നയാൾ ആരാകുമോ, അല്ലെങ്കിൽ KC വേണുഗോപാൽ വിഭാഗത്തിന് കൂടി പിന്തുണ ഉറപ്പാക്കുന്നയാൾ ആരാകുമോ, അവർക്കായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നുവരാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നടപടിക്രമങ്ങൾ കോൺഗ്രസ് ഉടൻ ആരംഭിക്കുമെന്ന് KC വേണുഗോപാൽ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. ഫ്ലക്സ് വെച്ചതുകൊണ്ട് മാത്രം ആരെയും മുഖ്യമന്ത്രിയാക്കില്ലെന്നും KC പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഫലം വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ പാർട്ടി നേതൃത്വം കൂടിയാലോചന നടത്തി, ഹൈക്കമാൻഡ് കൂടിയാലോചന നടത്തി മറ്റു അനന്തര നടപടിയിലേക്ക് കടക്കും. അധികം വൈകാതെ തന്നെ കടക്കും. അത്തരം കാര്യങ്ങളിൽ ഒരു പ്രശ്നം അല്ല. എനിക്ക് വേണ്ടി ഒന്നും വരാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട് പിന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ. അല്ലാതെ മറ്റേതെങ്കിലും പ്രചരണത്തിന്റെ രീതിയിൽ ബോർഡ് വെക്കുന്നുണ്ടോ, ബാനർ വെക്കുന്നുണ്ടോ, അത് എന്റെ ആയാലും ആരുടെ ആയാലും വെക്കുന്നുണ്ടോ, മുഖ്യമന്ത്രി തീരുമാനത്തിൽ അതൊരു ഘടകമേ അല്ല. അതെല്ലാം അത്തരം പ്രൊസീജിയേഴ്സിനെ പിന്നെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള പരിശ്രമമായിട്ടേ കാണാൻ പറ്റും. അതൊക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കോൺഗ്രസിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ടല്ലോ. ഇതാദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയെ പാർട്ടി തിരഞ്ഞെടുക്കുന്നത്. കോൺഗ്രസിനെ പോലൊരു പാർട്ടി, പുരാതന പാർട്ടി, എത്രയോ മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ച പാർട്ടി, അതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ടല്ലോ. ആ രീതിയിൽ മുന്നോട്ട് പോകും. ശരി. ഇതിനിടെ KC വേണുഗോപാലിന്റെ ഫ്ലക്സിൽ കരിയോയിൽ പ്രയോഗം നടന്നു. കോട്ടയം നഗരത്തിലുള്ള ഫ്ലക്സിലാണ് കറുത്ത നിറത്തിലുള്ള പെയിന്റ് അടിച്ചത്. വിജയശില്പി KC വേണുഗോപാലിന് അഭിവാദ്യം എന്നായിരുന്നു ഫ്ലക്സിലെ വാചകം. UDF വിജയത്തിന് പിന്നാലെ VD സതീശന് അനുകൂല ഫ്ലക്സ് സ്ഥാപിച്ച് ആയവന പഞ്ചായത്തിലെ കോൺഗ്രസ് കൂട്ടായ്മ. കേരളം ജയിച്ചു എന്ന് തുടങ്ങുന്ന ഫ്ലക്സിൽ നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങളെന്നാണ് എഴുതിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലും സതീശന് അനുകൂലമായും പ്രതികൂലമായും ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി ചർച്ചകൾ വലിയ പ്രശ്നമില്ലാതെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ചകൾക്ക് കോൺഗ്രസ് ആണ് തുടക്കം കുറിക്കേണ്ടത്. കോൺഗ്രസ് ചർച്ചകൾക്കായി കാത്തിരിക്കുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുന്നണിയെ നയിക്കുന്ന കക്ഷി കോൺഗ്രസ് അല്ലേ. കോൺഗ്രസ് ആണ് ആദ്യം ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്. ഞങ്ങൾ ആ ഇനീഷ്യേറ്റീവ് കാത്തിരിക്കുകയാണ്. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. ഞാനിപ്പോൾ ജസ്റ്റ് തങ്ങളുമായിട്ട് അതുപോലെ തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി PMA സലാം ഞങ്ങളുടെ കൂടി സംസാരിച്ചു. അവരുടെ ഇനീഷ്യേറ്റീവ്, കോൺഗ്രസിന്റെ ഇനീഷ്യേറ്റീവും ബാക്കി കാര്യങ്ങളും കാത്തിരിക്കുകയാണ്. വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രമ്യമായി ഒക്കെ നല്ല നിലയിൽ തീരും. മുഖ്യമന്ത്രിയെ കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളും പറഞ്ഞു. ലീഗിന് അർഹമായ സ്ഥാനങ്ങൾ UDF-ൽ കിട്ടും. വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവരുടെ പ്രസ്താവനകൾക്ക് ജനം മറുപടി നൽകി. കേരളത്തിന്റെ മതേതര മനസ്സിന്റെ വിജയമാണ് UDF നേടിയതെന്നും ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ന്യൂസ് 18നോട് പറഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഞങ്ങളെ വലിയൊരു വിജയം, ഇത്രയും ഒരു വലിയ വിജയം ശരിക്ക് കണക്കാക്കിയിരുന്നു? കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ആ വിധി വന്നതിന് ശേഷം കേരളത്തിലെ പൊതുവെ ജനങ്ങളുടെ ഒരു മനസ്സ് ഞങ്ങൾക്കൊക്കെ വായിക്കുവാൻ കഴിഞ്ഞിരുന്നു. ഇവിടെ ഇടതുപക്ഷത്തിനെതിരെയാണ് കേരളത്തിൻ്റെ പൊതു മനസ്സുള്ളത്. അത് തീർച്ചയായിട്ടും പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് ഞങ്ങൾക്കൊക്കെ ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ സംഭവിച്ചു കഴിഞ്ഞു. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളീയ സമൂഹം കാത്തിരിക്കുന്നതാണ് ഇത്തരത്തിലൊരു വിജയം. കേരളത്തിലെ 10 വർഷം കൊണ്ട് കേരളത്തെ എങ്ങനെയെല്ലാമാണോ ഇല്ലാതാക്കാൻ പറ്റുക ആ രീതിയിലൊക്കെ തന്നെയാണ്. കാരണം ഒരു ഭരണകൂടത്തിൻ്റെ അഭാവം ഇവിടെ വല്ലാതെ നേരിച്ച് കണ്ടിരുന്നു എന്നുള്ളതാണ്. ഒരു വകുപ്പിലും ഭരണം നടന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജനങ്ങൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വിധി എഴുതുകയും ചെയ്തു. മതവും ജാതിയൊക്കെ കൂടുതൽ ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പിലായിരുന്നു കടന്നുപോയത്. പല പ്രസ്താവനകളും പല നേതാക്കന്മാരുടെയും. അതിനൊക്കെ ജനങ്ങൾ മറുപടി കൊടുത്തു എന്ന് കരുതാല്ലേ? അതെ, കേരളത്തിൻ്റെ രാഷ്ട്രീയം അത് ജനാധിപത്യ മതേതര ബോധത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത്.
അപ്പം അതിനെ മറികടക്കാൻ ജാതി മത ചിന്തകളൊക്കെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അതിന് ആരെല്ലാം വേണം തയ്യാറായത് അവരൊക്കെ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്, വെള്ളം കുടിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന ശരിക്ക് ജനം വിലയിരുത്തിയെന്ന് കരുതാം അല്ലേ? അത്തരത്തിലുള്ള പ്രസ്താവനകൾ അത് കേരളീയ സമൂഹം ഒരിക്കലും തന്നെ അത് അംഗീകരിക്കുന്നില്ല. അതിപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തുണ്ടായിരുന്നു, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തുണ്ടായിരുന്നു. അതിലൊക്കെ അവസാനമായി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ അതൊക്കെ വിലയിരുത്തി അതിനനുസൃതമായി ഇങ്ങനെ ചിന്തിക്കുന്നവരെ, ഇങ്ങനെ പ്രസ്താവനകൾ ഇറക്കി ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്നവരെ സമൂഹം തള്ളിക്കളയുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ സാമുദായിക ധ്രുവീകരണം ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായി എന്നുള്ള വിലയിരുത്തൽ സാമൂഹ്യ മാധ്യമങ്ങൾ പലരും പുലർത്തുന്നുണ്ട്. അങ്ങനെ കരുതുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളവരുണ്ടാവും. പക്ഷേ കേരളീയ സമൂഹം അതൊക്കെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ബോധം, ഒരു പ്രബുദ്ധമായിട്ടുള്ളൊരു പൊതു മനസ്സ് കേരളത്തിനുണ്ട്. അത് സാമുദായിക സൗഹാർദ്ദത്തിൻ്റെതാണ്, മതേതരത്വത്തിൻ്റെതാണ്, സാമൂഹ്യമായിട്ടുള്ള സഹവർത്തിത്വത്തിൻ്റെ രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത്. അതേ കേരളത്തിൽ വിലപ്പോവുകയുള്ളൂ. ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. അങ്ങയുടെ എല്ലാ സ്ഥാനാർത്ഥികളും മികച്ച വിജയം നേടി. ഏറ്റവും സന്തോഷിപ്പിച്ചത് ഏത് മണ്ഡലത്തിലെ വിജയമാണ്? അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവരുടെ വിജയം സന്തോഷം നൽകുന്നതാണ്. എല്ലാവരും അർഹിക്കുന്ന വിജയമാണ് കിട്ടിയിട്ടുള്ളത്. അതാണ്, അർഹിക്കുന്നവരെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളായി വെച്ചിട്ടുള്ളത്. അതിൽ തന്നെ തവനൂരിൽ അങ്ങ് എടുത്തു പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? അതെ, തവനൂരത്ത് നമുക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ടത്. കാരണം അതൊരു സാമുദായികമായിട്ടുള്ള ഒരു ഐക്യത്തിൻ്റെ കൂടി പ്രകടനമാണ്. മുമ്പ് ശ്രീ AK ആൻ്റണിക്ക് മത്സരിക്കാൻ സീറ്റ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ സീറ്റ് നൽകി. തിരുരങ്ങാടിയിൽ അവിടെയും AK ആൻ്റണിയുടെ സമുദായത്തിന് ആളുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ തിരുരങ്ങാടി നല്ല ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തെ വിജയിപ്പിച്ചു. ഇപ്പോൾ DCC പ്രസിഡന്റ് VS ജോയ്ക്കും അദ്ദേഹത്തിൻ്റെ സമുദായത്തിനും ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല തവനൂരിൽ. പക്ഷേ അവിടെ നല്ല വിജയം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതിലൊക്കെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുവാൻ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചർച്ചകൾ എന്തൊക്കെ മുസ്ലിം ലീഗ് എത്ര മന്ത്രിസ്ഥാനം കിട്ടുന്നുള്ളതൊക്കെയാണ്. 5 സ്ഥാനം എന്ന് ഏകദേശം കഴിഞ്ഞ തവണത്തെ ഒരു കോട്ട ഉണ്ടല്ലോ, അതിലധികം പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങൾക്ക് അർഹിക്കുന്നത് എന്താണോ അത് UDF വകവെച്ച് തരും. അതിൽ മുൻകൂട്ടി ഒരു മുൻധാരണയോടെ അല്ലെങ്കിൽ അവകാശവാദമൊന്നും മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നില്ല. UDF എപ്പോഴും മുസ്ലിം ലീഗിനെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ആ നിലക്കുള്ള തീരുമാനങ്ങൾ UDFിൽ നിന്ന് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരാകണമെന്നാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു അഭിപ്രായമായിട്ട്? അത് കോൺഗ്രസിൻ്റെ അവകാശമാണല്ലോ. കോൺഗ്രസ്സാണ് അത് മുഖ്യ കക്ഷി. കൂടുതൽ സീറ്റ് അവർക്കാണ്. ഗവർണർ അവരെയാണ് വിളിക്കുക. അപ്പോൾ അവരാണ് അതിന് ആളുകളെ നിയോഗിക്കേണ്ടത്. അത് പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡ് ഞങ്ങൾ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുമായിട്ടൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഒരു തീരുമാനം. അതിനുവേണ്ടി വലിയ പരസ്യ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് പല മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ. അതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിനൊരു ക്ലെയിം ഉള്ളതായിട്ട് അവകാശപ്പെടാൻ കഴിയില്ലേ? അല്ല, അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായി കേരളത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നുകൊണ്ട് UDFിനെ ശക്തിപ്പെടുത്താനും UDFിനെ അധികാരത്തിൽ കൊണ്ടുവരുവാനും നല്ല നേതൃത്വം അദ്ദേഹം നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് തന്നെയാണല്ലോ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായിട്ട് കേരളത്തിൽ നിയോഗിച്ചത്. ആ ഉത്തരവാദിത്വം അദ്ദേഹം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ഒട്ടും ഒരു വിഷമവുമില്ല. ബാക്കി കാര്യങ്ങൾ കോൺഗ്രസ് തീരുമാനിക്കട്ടെ അല്ലേ? കോൺഗ്രസ് ഘടകകക്ഷിയുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് തീരുമാനങ്ങളിലെത്തും. എന്നാണെങ്കിൽ ഏറെ വൈകാതെ തന്നെ എത്തണത് ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ ആൾ രാജിവെച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഉടനെ ഒരു ഭരണ സംവിധാനം, ഒരു പകരം സംവിധാനം ഇവിടെ വേണം. അത് കോൺഗ്രസ് മനസ്സിലാക്കും. എന്നാണെങ്കിലും ലീഗിൻ്റെ തന്ത്രങ്ങൾ വിജയം കണ്ടതിൻ്റെ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. മാത്രമല്ല, ഏറെ വൈകാതെ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നു. അപ്പോൾ ലീഗിൻ്റെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കാമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുകയാണ്. അഖിലോട്ട് പറയപ്പം CV അനുമോദ്, ന്യൂസ് 18. UDF അധികാരത്തിലെത്തുമ്പോൾ മുസ്ലിം ലീഗിന്റെ മന്ത്രി നമ്പർ 2 ആണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അടുത്തു തന്നെ ഉണ്ടാകും. പിണറായി വിജയനും നടേശന്മാരുമാണ് വലിയ വിജയത്തിന് പിന്നിലെന്നും PMA സലാം വ്യക്തമാക്കി. ഇത്തവണ ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ 102 സീറ്റുകളുമായി നിയമസഭയിലെത്താനും ജയിച്ച സ്ഥാനാർത്ഥികൾ തന്നെ 85,000, 60,000, 65,000 ഒക്കെ ഭൂരിപക്ഷം നേടാനൊക്കെ സഹായിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട സഖാവ് പിണറായി വിജയൻ തന്നെയാണ്. അതോടൊപ്പം ചില നടേശന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെയുള്ള കൃതജ്ഞത രേഖപ്പെടുത്താനാണ് ആദ്യമായി ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുന്നത്. UDF അധികാരത്തിലെത്തുമ്പോൾ എല്ലാ കാലത്തും മുസ്ലിം ലീഗിന്റെ മന്ത്രി നമ്പർ 2 ആയിരിക്കും. കോൺഗ്രസ് UDFിന് നേതൃത്വം നൽകുന്ന കക്ഷി അതിന് മുൻകൈയെടുക്കും. വിവിധ ഘടകകക്ഷികളുമായി സംസാരിക്കും. അതിൽ തീരുമാനമുണ്ടാവും. ഒരു കുഴപ്പമില്ലാതെ ഐക്യത്തോടുകൂടി, കെട്ടുറപ്പോടുകൂടി കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നിലപാടുകളും തീരുമാനങ്ങളും മുസ്ലിം ലീഗിന്റെയും UDFിന്റെയും ഭാഗത്തു നിന്നുണ്ടാവും. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ ഔദ്യോഗിക വാഹനവും എസ്കോർട്ടും പൈലറ്റും ഒഴിവാക്കി പിണറായി വിജയൻ. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ മുഖ്യമന്ത്രി AKG
പാർട്ടി വാഹനത്തിൽ AKG സെന്ററിലെ പാർട്ടി വാഹനത്തിലാണ് ക്ലിഫ് ഹൗസിലേക്ക് പോയത്. ഇന്നോ നാളെയോ താമസം AKG ഫ്ളാറ്റിലേക്ക് മാറ്റുമെന്നും സൂചനയുണ്ട്. തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് ശേഷം തലസ്ഥാനത്തേക്ക് എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ്കോർട്ടും പൈലറ്റുമൊക്കെ ഒഴിവാക്കി ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയാണ് ക്ലിഫ് ഹൌസിലേക്ക് പോയത്. വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയത് AKG സെന്ററിലെ വാഹനമാണ്. CPM-ന്റെ സംസ്ഥാന നേതാക്കളായ വി ശിവൻകുട്ടിയും വി ജോയും അതുപോലെ തന്നെ എ റഹീം ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. അദ്ദേഹം എസ്കോർട്ടും പൈലറ്റും ഒഴിവാക്കി ക്ലിഫ് ഹൌസിലേക്ക് പോയി. മുഖ്യമന്ത്രിയുടെ യാത്രകൾ പലപ്പോഴും വിമർശന വിധേയമായത് കനത്ത സുരക്ഷയുടെ പേരിലാണ്, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള യാത്രയുടെ പേരിലാണ്. പക്ഷേ ഇന്ന് അത്തരം എല്ലാ ആർഭാടങ്ങളും ഒഴിവാക്കി കാവൽ മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും അതിന്റെ ആനുകൂല്യങ്ങളൊന്നും ഇല്ലാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ക്ലിഫ് ഹൌസിലേക്ക് പോയത്. അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് AKG സെന്ററിലെത്തി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുമോ എന്ന ചർച്ചകൾ സജീവമാണ്. അദ്ദേഹം ഒരുപക്ഷെ കണ്ണൂരിലേക്ക് മടങ്ങുമെന്ന തരത്തിലുള്ള ചർച്ചകൾ സജീവമാണ്. മറ്റു വിവരങ്ങൾ പുറത്തുവരുന്നത് അദ്ദേഹം നേരത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അംഗമായിരിക്കെ ഉപയോഗിച്ചിരുന്ന AKG സെന്ററിന് പഴയ AKG സെന്ററിന് എതിർവശത്തെ AKG പഠന ഗവേഷകരുടെ എതിർവശത്തെ ഫ്ളാറ്റിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഫ്ളാറ്റുണ്ട്. 3AB ഈ രണ്ട് ഫ്ളാറ്റുകൾ വീണ്ടും അദ്ദേഹത്തിന് സജ്ജീകരിക്കുന്നു. ഇന്നോ നാളെയോ അദ്ദേഹം പിണറായി വിജയൻ ക്ലിഫ് ഹൌസിൽ നിന്ന് താമസം ഇവിടേക്ക് മാറുമെന്ന സൂചനകളുണ്ട്. എന്താണ് പിണറായി വിജയന്റെ തുടർ നീക്കങ്ങൾ എന്നാണ് ഇനി ആകാംക്ഷ ഉണർത്തുന്നത്. അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് വലിയ പരാജയത്തിന് പടുകുഴി നിൽക്കുന്ന മുന്നണിക്ക് ശക്തി പകരാൻ മുന്നിട്ടിറങ്ങുമോ, അല്ലെങ്കിൽ അദ്ദേഹം മാറി നിന്നുകൊണ്ട് KN ബാലഗോപാലിനെ പോലുള്ള ആരെങ്കിലും ആ ചുമതല ഏൽപ്പിക്കുമെന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരാനിരിക്കുന്ന നേതൃയോഗങ്ങളിൽ അതിലൊരു ധാരണയുണ്ടാകും. പരാജയത്തിന്റെ കാരണങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്നതിൽ പിണറായിയുടെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. അത് നാളെ വാർത്താ സമ്മേളനം നടത്തി പിണറായി പരാജയ കാരണങ്ങളിൽ അദ്ദേഹത്തിന്റെ പാർട്ടി നിലപാട് വ്യക്തമാക്കാനും സാധ്യതയുണ്ട്. പാർട്ടി കോട്ടകളിലെ തിരിച്ചടി അതീവ ഗുരുതരമെന്ന് വിലയിരുത്തി CPM. കണ്ണൂരിലെയും കാസർകോട്ടെയും ഉറച്ച സീറ്റുകളിൽ പാർട്ടി കേഡർമാരുടെ വോട്ട് പോലും UDF-ലേക്ക് പോയി എന്നാണ് വിലയിരുത്തൽ. മുഖ്യമന്ത്രിയോടും ഭരണത്തോടുമുള്ള എതിർപ്പിനൊപ്പം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയുള്ള അമർഷവും തിരിച്ചടിയായിട്ടുണ്ട് എന്ന അഭിപ്രായമുണ്ട്. ഗോവിന്ദനെ മാറ്റണമെന്ന ആവശ്യവും ശക്തമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച വരുത്തിയ സംസ്ഥാന സെക്രട്ടറിയെ മാറ്റണമെന്ന് CPI-യിലും ആവശ്യമുയരും. തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ നേരത്തെയും ഇടതുമുന്നണി പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള ആശങ്കയാണ് CPM നേതൃത്വത്തിന് ഇപ്പോഴുള്ളത്. കാരണം തെരഞ്ഞെടുപ്പ് പരാജയം മാത്രമല്ല, പരാജയമുണ്ടായ ഇടങ്ങൾ കൂടിയാണ്, അവിടുത്തെ ആ തോൽവിയുടെ ആഘാതം കൂടിയാണ്. പ്രത്യേകിച്ച് കണ്ണൂരിലെയും കാസർകോട്ടെയും പാർട്ടി കോട്ടകൾ, തളിപ്പറമ്പും പയ്യന്നൂരുമൊക്കെ CPM പരാജയപ്പെടുന്നത് നേതൃത്വത്തിന്റെ വിദൂരമായ ആശങ്കകളിൽ പോലും ഇല്ലാതിരുന്ന ഒന്നാണ്. അതാണ് സംഭവിച്ചത്. വലിയ വോട്ടുകൾക്ക് പാർട്ടി വിമതർ ദിവസങ്ങൾക്ക് മുമ്പ് വരെ കണ്ണൂരിലെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്ന രണ്ടുപേർ പാർട്ടി വിട്ടുപോയി അവിടെ വലിയ മാർജിനിൽ പാർട്ടി കോട്ടകൾ തകർത്ത് വിജയിച്ചു വരുന്നു. അതുപോലെ കാസർഗോഡ് തൃക്കരിപ്പൂറും ഉദുമയും പോലുള്ള എല്ലാ എതിർ കൊടുങ്കാറ്റുകളിലും പിടിച്ചു നിൽക്കുന്ന മണ്ഡലങ്ങൾ, ആലപ്പുഴയിൽ G. സുധാകരൻ എന്ന മുൻ സംസ്ഥാന സമിതി അംഗം പോയതിലൂടെ ഉണ്ടായ ആലപ്പുഴ ജില്ലയിൽ തന്നെ വലിയ തിരിച്ചടി. കൊല്ലം ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനമുണ്ടെന്ന് CPM അവകാശപ്പെടുന്ന കൊല്ലത്തെ വലിയ തിരിച്ചടി. ഇതൊക്കെയാകും ഒരുപക്ഷെ CPM-നെ ഏറ്റവും അധികം ചിന്തിപ്പിക്കാൻ പോകുന്ന ഒന്ന്. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ 6 റൌണ്ട് പിന്നിൽ പോകുന്നുവെന്ന് CPM ഒരു ഘട്ടത്തിലും പ്രതീക്ഷിച്ച ഒന്നല്ല. അവിടെ വിജയിച്ചെങ്കിൽ പോലും ആ വിജയത്തിന് തിളക്കം കുറയ്ക്കുന്ന ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് അവിടെ ഉണ്ടായത്. എവിടെ നിന്നാണ് ഈ വോട്ടുകൾ പോയെന്ന ചോദ്യത്തിന് പ്രാഥമികമായി CPM നേതാക്കൾ കണ്ടെത്തുന്ന ഉത്തരം പാർട്ടി കോട്ടകളിൽ പാർട്ടി കേഡർമാരിൽ നിന്ന്, പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളിൽ നിന്ന് തന്നെ വോട്ടുകൾ ചോർന്നുപോയി എന്ന യാഥാർത്ഥ്യം CPM-ന്റെ ചില നേതാക്കളെങ്കിലും ഉൾക്കൊള്ളുന്നുണ്ട്. നാളെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും, അതിനുശേഷം സംസ്ഥാന സമിതിയും ചേരും. ആ യോഗങ്ങളിൽ ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ CPM തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. അല്ലെങ്കിൽ പതിവ് പോലെ ന്യൂനപക്ഷ ധ്രുവീകരണവും കോൺഗ്രസിന്റെ UDF-ന്റെ ന്യൂനപക്ഷ അജണ്ടയും ഒക്കെ വോട്ടായി മാറിയെന്ന പതിവ് വിലയിരുത്തലിലേക്ക് പോകുമോ? അതിനുള്ള സാധ്യത വിരളമെന്നാണ് മനസ്സിലാകുന്നത്. നേതാക്കളുടെയൊക്കെ പ്രതികരണം, നേരത്തെ CPM-ന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയ കണ്ണൂരിലെ പ്രധാനി P. ജയരാജന്റെയൊക്കെ പ്രതികരണം, തിരുത്തലുകൾ, തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തണമെന്ന നിർദ്ദേശം, അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ. KK ശൈലജയുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വിവാദം, മട്ടന്നൂരിൽ പാർട്ടി വോട്ടുകൾ ചോർത്തിയെന്ന യാഥാർത്ഥ്യം കൂടി CPM-ന് മുന്നിലുണ്ട്. തിരുവനന്തപുരവും തൃശൂരും പാലക്കാടും പോലുള്ള ചില ജില്ലകൾ കൊണ്ടാണ് ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ CPM-ന് കഴിഞ്ഞത്. സംസ്ഥാന സെക്രട്ടറിയുടെ ഇടപെടലുകൾ ചോദ്യം ചെയ്യപ്പെടും. അദ്ദേഹത്തിന്റെ സ്ഥാനം തന്നെ ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെടും. MV ഗോവിന്ദൻ
സെക്രട്ടറി സ്ഥാനത്ത് മാറണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി നേതാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ PK ശ്യാമളയ്ക്ക് സീറ്റ് നൽകിയത് വലിയ ചർച്ചയ്ക്കിടയാക്കിയിരുന്നു. അത് കണ്ണൂരിലെ തിരിച്ചടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയോടും സർക്കാരിനോടുമുള്ള അതിർത്തിക്ക് അപ്പുറത്തേക്ക് പാർട്ടി നേതാക്കളെ, പ്രവർത്തകരെ പാർട്ടിക്കെതിരാക്കിയതിൽ പ്രധാന കാരണങ്ങളിലൊന്ന് MV ഗോവിന്ദന്റെ ഭാര്യ കൂടിയായ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വമാണ്. അവരെ അവിടെ മന്ത്രിയാക്കാൻ വരെയുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നുവെന്ന വിമർശനം കീഴ്ഘടകങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ CPM പരിശോധനയ്ക്ക് തയ്യാറാകും. സമാനതകളില്ലാത്ത തിരിച്ചടി എങ്ങനെ മറികടക്കുമെന്ന ചർച്ചകളാകും വരും ദിവസങ്ങളിൽ ഉണ്ടാകുക. അതിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തേക്ക് ആര് വരും, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വരുമോ, അല്ലെങ്കിൽ KN ബാലഗോപാലിനെ പോലെയുള്ളവർക്ക് അവസരം നൽകുമോ? തീർത്തും ശുഷ്കമായ ഒരു പ്രതിപക്ഷ നിരയാകും ഇത്തവണ ഇടതുമുന്നണിക്ക് നിയമസഭയിൽ ഉണ്ടാകുക. അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? വലിയ അതിശക്തരായ പ്രതിപക്ഷ നിരയെ മറികടക്കാൻ, അവരെ പ്രതിരോധിക്കാൻ എങ്ങനെ ഭരണപക്ഷ നിരയെ മറികടക്കാൻ എങ്ങനെ ഈ പ്രതിപക്ഷത്തെ കൊണ്ട് കഴിയുമെന്ന ചോദ്യം ഇതിനകം തന്നെ ഉയർന്നു വരുന്നുണ്ട്. CPM-ൽ മാത്രമല്ല CPI-ലും വലിയ പ്രശ്നങ്ങളുണ്ട്. സംസ്ഥാന നേതൃത്വത്തിനെതിരെ വലിയ കലാപ ആഹ്വാനങ്ങൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നു. നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന എക്സിക്യൂട്ടീവും ചേരുന്നുണ്ട്. ബിനോയ് വിശ്വത്തിന്റെ തീരുമാനങ്ങൾ പലതും പിഴച്ചുപോയി. പ്രത്യേക സ്ഥാനാർത്ഥി നിർണയം 5 മണ്ഡലങ്ങളിലെങ്കിലും അനായാസം ജയിക്കാവുന്ന മണ്ഡലങ്ങൾ കളഞ്ഞുകൊടുത്തത് സ്ഥാനാർത്ഥി നിർണയമാണ്. അടൂരും അതുപോലെ തന്നെ നാദാപുരവും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, പീരുമേട് അതിൽപ്പെട്ട മണ്ഡലമാണ്. അങ്ങനെ 5 മണ്ഡലങ്ങളിലെങ്കിലും അനായാസം തൃശൂരിൽ എന്തുകൊണ്ട് സുനിൽകുമാറിനെ നേതാവിനെ പരിഗണിച്ചിരുന്ന ചോദ്യമുണ്ട്. GS ജയലാലിനെ ചാത്തന്നൂരിൽ ഇതോടെ കൂടെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ അവിടെ ജയിക്കാമെന്ന അഭിപ്രായമുണ്ട്. അവിടെ ഈ പാർട്ടിയുടെ നയങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുടെ മാനദണ്ഡങ്ങൾ വിജയിക്കുകയും പാർട്ടി തോൽക്കുകയും ചെയ്ത സാഹചര്യമെന്ന പരിഹാസത്തോടെ പല നേതാക്കളും ഇപ്പോൾ തന്നെ സംസാരിക്കുന്നു. അത് സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയർന്നു വരും. ബിനോയ് വിശ്വം മാറ്റാനുള്ള നീക്കവും ഒരുപക്ഷെ CPI-യുടെ നേതാക്കളുടെ ഭാഗത്തുണ്ടായാൽ അതിശയപ്പെടാനില്ല. അങ്ങനെ 2 പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അതിന്റെ ചർച്ചകളിലേക്ക്, കാര്യകാരണങ്ങളിലേക്ക്, പരിശോധനകളിലേക്ക് അവർ കടക്കുകയാണ്. അതേസമയം നിയമസഭയിൽ ഇടതുമുന്നണി എത്തുമ്പോൾ അവിടെ മുന്നണിയും ദുർബലമാണ്. 11 പാർട്ടികളുടെ ഇടതുമുന്നണിയിൽ ആകെ ജയിച്ചത് CPM-ഉം CPI-യും അതുപോലെ പിന്നീട് RJD-യുടെ ഒറ്റ സീറ്റുമാണ്. അങ്ങനെ നിയമസഭയിലെയും ഇടതുമുന്നണിയുടെ പ്രാതിനിധ്യം പാർട്ടികളുടെ എണ്ണത്തിൽ പോലും ചുരുങ്ങുന്ന അത്യസാധാരണമായ സാഹചര്യത്തിലൂടെ, സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് ഇടതുമുന്നണി കടന്നുപോകുന്നത്. അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, പിഴവുകൾ തിരുത്താനുള്ള ചർച്ചകളാകും നാളെ മുതൽ ആരംഭിക്കുന്ന നേതൃയോഗങ്ങളിൽ നടക്കാൻ പോകുന്നത്. അമ്പലപ്പുഴയിലെ തിരിച്ചടി CPM പരിശോധിക്കുമെന്ന് സജി ചെറിയാൻ. സുധാകരന് BJP വോട്ടുകൾ കിട്ടിയിട്ടുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ല. പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തെരഞ്ഞെടുപ്പിൽ നിസ്സംഗതയുണ്ടായെന്നും മണ്ഡലങ്ങളിൽ വോട്ട് ഓർന്നത് ഗുരുതര വീഴ്ചയായി കാണുന്നുവെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഓരോ സ്ഥലത്തും ഉണ്ടായ കുറവുകളും ന്യൂനതകളും, മൊത്തത്തിലുണ്ടായ കുറവുകളും ന്യൂനതകളും പരിശോധിച്ച് നമുക്ക് എന്തെങ്കിലും തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് തിരുത്തി നമ്മൾ കൂടുതൽ സജീവമായി ജനങ്ങൾക്കിടെ പ്രവർത്തിച്ചാൽ ഒരു സംശയം വേണ്ട, അതിശക്തമായി തിരിച്ചു വരാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിലുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ BJP-യുമായി ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ധാരണകൾ ഉണ്ടാക്കാൻ UDF പരിശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്. അമ്പലപ്പുഴയിലെ വോട്ടിന്റെ കുറവ് വന്നാൽ, അമ്പലപ്പുഴയിൽ നേരത്തെ തന്നെ പറഞ്ഞല്ലോ BJP വോട്ട് കിട്ടുക, പക്ഷെ 6000 വോട്ട് കുറവ് വന്നേ മനസ്സിലാക്കി. ചെങ്ങന്നൂരിൽ 5000 വോട്ട് BJP-യുടെ കുറവ് വന്നിരിക്കുന്നു. അപ്പോൾ BJP-യുടെ വോട്ട് കുറഞ്ഞത് എങ്ങോട്ട് പോയി? BJP-ക്ക് ജയിക്കാനിട വന്ന മണ്ഡലങ്ങളിൽ UDF-ന്റെ വോട്ട് എങ്ങനെയാണ് ആ മണ്ഡലങ്ങളിൽ അവർ കൈകാര്യം ചെയ്ത് CPM-നെ ഇടതുപക്ഷം തോൽപ്പിച്ചത്? അപ്പോൾ ഇതൊരു ഭാഗത്ത് നമ്മൾ ഗൗരവത്തിൽ തന്നെ പരിശോധിക്കണം. നമ്മുടെ കുറവുകൾ പരിശോധിക്കേണ്ടതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ വലതുപക്ഷത്തിന്റെ ഏകീകരണം, ഏകോപനം കേരളത്തിൽ അതിശക്തമായി ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ്. പാർട്ടി നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി P. ജയരാജൻ. കമ്മ്യൂണിസ്റ്റുകൾ പാർലമെന്ററി വ്യവസ്ഥയിലെത്തുമ്പോൾ പലതരം ജീർണതകൾ കടന്നുവരും. തെറ്റുതിരുത്തൽ പ്രക്രിയ പാർട്ടി സംഘടനയ്ക്ക് അകത്ത് നടത്തണം. പ്രശ്നങ്ങൾ പരിശോധിക്കാതെ മുന്നോട്ടു പോകാൻ ആകില്ലെന്നും ജയരാജൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. ഇടത് പാർട്ടികൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങിയെന്നും അതിന് ഉദാഹരണമാണ് ജയരാജന്റെ FB പോസ്റ്റെന്നും കണ്ണൂർ DC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ്. ധാർഷ്ട്യവും ധിക്കാരവും ജനങ്ങൾ ഉൾക്കൊള്ളില്ല. മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ജില്ലയിൽ തന്നെ CPM-ന്റെ പാർട്ടി കോട്ടകൾ ഇളക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞുവെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. CPM-ന്റെ ആധിപത്യമുണ്ട് എന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും അത് മാറ്റിമറിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിരിക്കുകയാണ്. CPM-നെതിരെ തന്നെ, നേതൃത്വത്തിനെതിരെ ഇപ്പോൾ അണികളായിരുന്നുവെങ്കിൽ ഇപ്പോൾ നേതൃനിരയിൽ തന്നെ CPM-നെതിരെ, നേതൃത്വത്തിനെതിരെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ P. ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ CPM-ന്റെ ഉള്ളിൽ തന്നെ കലാപം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക.
തൊടുപുഴയിൽ കേരള കോൺഗ്രസ് MLA-മാർ യോഗം ചേർന്നു. പി ജോസഫിന്റെ വസതിയിലാണ് യോഗം. മന്ത്രിസ്ഥാനം അടക്കമുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തുവെന്നാണ് സൂചന. പി ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗം മോൻസ് ജോസഫിനെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തു. അപ്പു ജോസഫ് ഇക്കാര്യം വ്യക്തമാക്കി. പാർട്ടി ചെയർമാന്റെ നേതൃത്വത്തിൽ ചേർന്ന MLA-മാരുടെ യോഗത്തിലാണ് തീരുമാനമെടുത്തത്. കൃഷി വകുപ്പാണ് പാർട്ടിക്ക് താല്പര്യമുള്ളതെന്നും അപ്പു ജോസഫ് പറഞ്ഞു. 7 MLA-മാരും പാർട്ടി ചെയർമാനെ വന്ന് സന്ദർശിച്ചിരുന്നു. അതൊരു ചെറിയതായിട്ട് എല്ലാവരും കൂടെ ഇരുന്നു മോൻസ് ജോസഫിനെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ട് തെരഞ്ഞെടുത്തു. ഇനി മറ്റു കാര്യങ്ങൾ ഇപ്പൊ UDF ഈ ദിവസങ്ങളിൽ കൂടുമായിരിക്കും. അതിനുശേഷം മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകളാകാമെന്ന് പറഞ്ഞു. UDF ഒക്കെ ചേർന്നതിന് ശേഷം കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വ യോഗം ചേർന്നതിന് ശേഷം വരുന്ന തീരുമാനങ്ങളാണ്. നിലവിൽ ഇപ്പം നിലവന്ന എല്ലാവരും പ്രാർത്ഥനയോടെ പാർലമെന്റ് പാർട്ടി നേതാവായി തീർച്ചയായിട്ടും താല്പര്യമുള്ള വകുപ്പാണ്. പക്ഷെ അതൊക്കെ പാർട്ടി നേതൃത്വം എടുക്കേണ്ട തീരുമാനമാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിൽ പോര് കനക്കുന്നു. റോഷി അഗസ്റ്റിനെതിരെ സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയേടത്ത് രംഗത്തെത്തി. പാർട്ടിക്കുണ്ടായ തിരിച്ചടിക്ക് കാരണം റോഷി അഗസ്റ്റിനാണ്. UDF-മായി ചർച്ചയ്ക്കുള്ള അവസരം ജോസ് കെ മാണി സൃഷ്ടിച്ചു. റോഷി അഗസ്റ്റിൻ പാർട്ടിയെ ഒറ്റിക്കൊടുത്തു. റോഷി ഭയന്നത് മടിയിൽ കനമുള്ളതുകൊണ്ടാണെന്നും ജയകൃഷ്ണൻ പറഞ്ഞു. ഒരുപക്ഷെ 64 മുതൽ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ഇങ്ങനെ സംപൂജ്യരായ ഒരു കാലഘട്ടം ഈ പാർട്ടിയെ സംബന്ധിച്ച് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അതിനൊരു കാരണക്കാരനായി മാറിയത് ഈ പാർട്ടിയുടെ പ്രതിനിധിയായി മന്ത്രിയായി 5 വർഷക്കാലം പ്രവർത്തിച്ച ശ്രീ റോഷി അഗസ്റ്റിൻ മാത്രമാണ്. അദ്ദേഹത്തിന്റെ ചില നിലപാടുകളാണ് ഈ പാർട്ടിയെ ഇത്രയും വലിയൊരു ഗതികേടിലേക്ക് കൊണ്ട് എത്തിച്ചത് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. ജനവികാരം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി പാർട്ടിയിലെ 99.9% ആളുകൾ തയ്യാറായതാണ്. അധികാരത്തിൽ നിന്നും മാറുവാൻ ഒട്ടും താല്പര്യം കാണിക്കാതിരുന്ന റോഷി അധികാരത്തോടുള്ള താല്പര്യത്തിന്റെ പേരിൽ മാത്രം ഈ പാർട്ടിയെ ഒറ്റുകൊടുത്തുകൊണ്ട് ചെയർമാനെ ബലിയാടാക്കുകയാണ് ചെയ്തത്. റോഷി അഗസ്റ്റിൻ ഉൾപ്പെടുന്ന ഒരു പാർട്ടി നേതൃത്വമാണ് പാർലമെന്റ് പാർട്ടി ചേർന്നാണ് ഇങ്ങനെ ഒരു സഭയുടെ ഒരു താല്പര്യം അനുസരിച്ച് ഇങ്ങനെ ഒരു ചർച്ചയുമായി മുന്നോട്ട് പോകണമെന്ന് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചത്. ഇത് പ്രമോദ് നാരായണൻ, അത് പറയാം, മുന്നണി മാറ്റം സംബന്ധിച്ച് പ്രമോദ് നാരായണൻ വിവരം മനോരമയിൽ ചോർത്തി കൊടുക്കുകയും അത് ഭരണ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു വിളി വന്നപ്പോൾ റോഷി അഗസ്റ്റിൻ U-turn അടിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളി വന്നപ്പോൾ എന്താണ് മടിയിൽ കനമില്ലാത്തവന് പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് റോഷി പേടിച്ചു? തെരഞ്ഞെടുപ്പോടെ ഏതാണ്ട് ശൂന്യമായ അവസ്ഥയാണ് കേരള കോൺഗ്രസ് എമ്മിൽ ഉണ്ടായിരുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളും മത്സരിച്ച 12 സ്ഥാനാർത്ഥികളും തോൽക്കുന്ന സാഹചര്യം. ഇതിന് പിന്നാലെയാണ് പാർട്ടിയിലൊരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയേടത്താണ് റോഷി അഗസ്റ്റിനെയും പ്രമോദ് നാരായണനെയും ഒക്കെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. റോഷി പാർട്ടിയെ ചതിച്ചു, തോൽവിയുടെ ഉത്തരവാദിത്തം റോഷിക്കാണ് എന്ന് പറയുന്നു. മുന്നണി മാറ്റത്തിനുള്ള അവസരം ഉപയോഗിച്ചില്ല എന്നുകൂടി ജയകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ജയകൃഷ്ണനിലൂടെ പുറത്തു വന്നു എന്ന് മാത്രമേ നമുക്കിപ്പോൾ കരുതാൻ കഴിയുകയുള്ളൂ. കാരണം ഇത് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്ന ഒരു വികാരം തന്നെയാണ്. അത് ഈ മുന്നണി മാറ്റ നീക്കം പരാജയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടതാണ്. ആ ഘട്ടത്തിൽ തന്നെയാണ് ഈ വിവരങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് ഈ പ്രമോദ് നാരായണൻ ചോർത്തി നൽകുന്നു. റോഷി അഗസ്റ്റിനാണ് നീക്കം തടഞ്ഞത്, N ജയരാജും കൂടെ നിന്നു എന്ന ചർച്ചകൾ അന്ന് തന്നെ ഉയർന്നു വന്നത്. എന്തായാലും സമ്പൂർണ്ണമായും ചെയർമാൻ ഉൾപ്പെടെ തോറ്റതോടെ വലിയ നിരാശയിലാണ് പാർട്ടിയും അതിൻ്റെ പ്രവർത്തകരും. പ്രത്യേകിച്ച് UDF-ൽ എത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജോസ് കെ മാണി വീണ്ടും മന്ത്രിസ്ഥാനത്തായി എത്തുമായിരുന്നു. പാർട്ടിക്ക് അതൊരു വലിയ പുനരുജ്ജീവനത്തിന് കാരണമാകുകയും ചെയ്യുമായിരുന്നു എന്ന് അവർ വിലയിരുത്തുകയാണ്. ഈ നിലവിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ചെറിയ പൊട്ടിത്തെറി അത് പക്ഷേ യോഗങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ അത് കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. ഒരുപക്ഷെ പല പാർട്ടി നേതാക്കളെ അടർത്തിയെടുക്കാനുള്ള നീക്കം ജോസഫ് ഗ്രൂപ്പും കാണിച്ചാൽ അത്ഭുതപ്പെടാനില്ല. എന്തായാലും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയിലാണ് അവർ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ കനത്ത തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി S. സതീഷ്. നിലവിലെ സീറ്റുകൾ നിലനിർത്താൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷ. ഇന്ന് ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലെ പ്രധാന ചർച്ചയും ഇതുതന്നെ ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എറണാകുളം ജില്ലയിൽ സമീപകാലത്തെങ്ങുമില്ലാത്ത വിധമാണ് UDF ഒരു വിജയം നേടിയത്. കനത്ത തിരിച്ചടിയാണ് ഇടതുമുന്നണിക്ക് ഏറ്റത്. CPM ജില്ലാ സെക്രട്ടറി സതീഷ് നമുക്കൊപ്പം ചേരുകയാണ്. പരാജയങ്ങൾ വിലയിരുത്തു ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അടക്കം ചേരുന്നു എന്നാണ് പറയുന്നത്. അതെ, കനത്ത തിരിച്ചടിയാണ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജില്ലയിലും പൊതുവിൽ കേരളത്തിലും ഉണ്ടായിട്ടുള്ളത്. ജനവിധിയെ അംഗീകരിക്കുന്നു.
ഈ തിരിച്ചടിയുടെ കാര്യങ്ങളെ സംബന്ധിച്ച സൂക്ഷ്മമായ പരിശോധന നടത്തേണ്ടതുണ്ട്. അത് നടത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്നിപ്പോൾ രാവിലെ ഞങ്ങളിതിന് പ്രാഥമികമായ പരിശോധനയ്ക്ക് വേണ്ടി യോഗം ചേരുന്നുണ്ട്. പൊതുവെ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നുകൊണ്ടിരുന്ന ഒരു ഫീഡ്ബാക്ക് പ്രകാരം ഞങ്ങൾ കണ്ടിരുന്നത് 5 മണ്ഡലങ്ങൾ ഞങ്ങൾക്കുള്ളത് നിലനിർത്താൻ കഴിയും, കുറച്ച് മെച്ചപ്പെടുത്താൻ കഴിയും എന്നാണ് കണ്ടിരുന്നത്. കാരണം കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചെല്ലാം നല്ല അഭിപ്രായമായിരുന്നു താഴെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വന്നത്, വീട് കയറുമ്പോൾ ഉണ്ടായ അഭിപ്രായം എന്നതിൽ. എന്നാൽ ആ ഘട്ടത്തിൽ തന്നെ 10 വർഷമായ സർക്കാരല്ലേ ഒന്ന് മാറട്ടെ എന്നുള്ള അഭിപ്രായം ഉണ്ട് എന്നുള്ളതും പൊതുവിൽ ഇങ്ങനെ കേട്ടിരുന്നതാണ്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് ജനം അങ്ങനെ ചിന്തിച്ചത്, ഒരു മികച്ച സർക്കാരായിരുന്നിട്ടും എന്തുകൊണ്ട് ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാക്കപ്പെടാൻ കഴിയുക. അതിനാവശ്യമായ ഒരു പ്രവർത്തനം നടത്തും, ആവശ്യമായ തിരുത്തലുകൾ വരുത്തി കൂടുതൽ ശക്തിയോടെ മുമ്പോട്ട് പോകാൻ ആവശ്യമായ സമയം എടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒരു സമാനമായ രീതിയിൽ തന്നെ ജില്ലയിൽ മികച്ച പദ്ധതികളെല്ലാം കൊച്ചി കോർപ്പറേഷൻ നേതൃത്വത്തിൽ നടപ്പാക്കിയിട്ടും ഈ രീതിയിൽ തന്നെയായിരുന്നു. അതെ, അതാണ് ഞങ്ങൾ ഇപ്പോൾ കാണുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും സമാനമായിരുന്നു. ഏറ്റവും മികച്ച രൂപത്തിലായിരുന്നു ആ കാര്യങ്ങൾ. ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ വലിയ അംഗീകാരം നേടിയതായിരുന്നു. പക്ഷേ കോർപ്പറേഷന് വളരെ ശക്തമായ തിരിച്ചടിയാണ് അന്ന് കണ്ടത്. അപ്പോൾ അതേ രൂപത്തിൽ തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ടാണ്, നല്ല രൂപത്തിൽ പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചു എന്ന് എല്ലാവരും അഭിപ്രായം പറയുമ്പോഴും ജനം വോട്ട് ചെയ്യുന്ന കാര്യം വന്നപ്പോൾ അതല്ല ഒരു ഘടകമായി വന്നിട്ടുള്ളൂ. മറ്റേതൊക്കെയോ ഘടകങ്ങൾ മുഖവിലേക്ക് എടുത്തിട്ടാണ് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് കാണും. അപ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കണം. തിരുത്തലുകൾ വരുത്താൻ ഉണ്ടാകും. തിരുത്തലുകൾ വരുത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് കണ്ടെത്തണം. അത് തിരുത്തലുകൾ വരുത്തി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യുക. നമ്മളെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് പരാജയം എന്നുള്ളത് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനകത്ത് നമ്മൾ ശക്തമായ രാഷ്ട്രീയ പ്രചരണത്തിനുള്ളൊരു ഉപാധി എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പ് പൊതുവെ നോക്കിക്കാണുന്നത്. അത് പല ഘട്ടങ്ങളിലും നമുക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2001 നമ്മുടെ ജില്ലയിൽ 1 ഉണ്ടായിരുന്നു. 57 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം എടുത്ത് കേരളത്തിൽ തന്നെ നോക്കിയാൽ പല ഘട്ടങ്ങളിലും കൂടുതൽ ഘട്ടങ്ങളിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളോട് പറഞ്ഞ വാക്കുകൾ പാലിക്കാനുള്ള സമര പോരാട്ടങ്ങൾ ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പൊതുവെ സ്വീകരിക്കുന്ന സമീപനം. അത് കൂടുതൽ ശക്തിയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകും. കേരളത്തിലിപ്പോൾ പുതുതായി വരുന്ന ഗവൺമെൻറ് വയ്ക്കുന്ന സമീപനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് സൂക്ഷ്മമായി നോക്കി ജനവിരുദ്ധ സമീപനങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് വലിയ ശക്തമായ പ്രതിഷേധം ജനങ്ങളെ അണിനിരത്തി ഞങ്ങൾ മുമ്പോട്ട് പോകും. വർഗീയത വലിയ രൂപത്തിൽ ശക്തിപ്പെടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. മതനിരപേക്ഷ കേരളത്തെ സംരക്ഷിക്കാൻ ഏത് വർഗീയതയോടും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ഏറ്റെടുക്കാൻ ജനങ്ങളെ അണിനിരത്തി പോരാട്ടം ഏറ്റെടുക്കുക എന്ന സമീപനവുമായി മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. അത് കൂടുതൽ ഇടതുപക്ഷ അന്തരീക്ഷത്തെ ശക്തിപ്പെടുത്താനും ഇടതുപക്ഷത്തിന് കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരാനും അവസരം ഒരുക്കുക തന്നെ ചെയ്യും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഇതൊരു മുഖ്യമന്ത്രിയുടെ ജില്ലയായി മാറിയാൽ ഇടത് മുന്നണിക്ക് കുറച്ചുകൂടി പണിയുള്ള ഒരിടമായിട്ട് എറണാകുളം ജില്ല മാറും. അല്ല, ആര് മുഖ്യമന്ത്രി ആയാലും രാഷ്ട്രീയമാണ്, കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഇന്നയാളാവുന്നു എന്നുള്ളതല്ല, രാഷ്ട്രീയമാണല്ലോ. അത് വലതുപക്ഷ രാഷ്ട്രീയം എന്താണ് മുമ്പോട്ട് വയ്ക്കുന്നത്, കോൺഗ്രസ് എന്താണ് മുമ്പോട്ട് വയ്ക്കുന്നത്, അതിൻ്റെ ജനവിരുദ്ധ സമീപനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ശക്തമായ പോരാട്ടത്തെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. വർഗീയതയോട് അവർ സന്ധി ചെയ്യുന്ന സമീപനങ്ങൾ പല ഘട്ടങ്ങളിലും സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരം സ്വീകരിക്കുന്ന സമീപനങ്ങൾക്കെതിരെയുള്ള ശക്തമായ സമരത്തെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അത് ഞങ്ങൾ നിർവഹിക്കും. എന്തായാലും തോൽവി എന്തുകൊണ്ട് ഇത്രമേൽ കനത്തതാകുന്നു എന്നത് വളരെ അടുത്ത മണിക്കൂറുകളിൽ തന്നെ വിലയിരുത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുന്നു, തോൽവിയുടെ കാരണങ്ങൾ വിലയിരുത്തുന്നു എന്നത് തന്നെയാണ്. തീർത്തും ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എറണാകുളം CPM ജില്ലാ സെക്രട്ടറി S. സതീഷ് പറയുന്നത്. ക്യാമറമാൻ കെ പി ദാനേഷിനൊപ്പം ഡാനി പോൾ, News 18. തിരിച്ചടി പരിശോധിക്കുമെന്ന് GR അനിൽ. പരാജയത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തും, ശക്തമായ തിരുത്തലുണ്ടാകും. ഇടതുപക്ഷത്തിന്റെ അടിത്തറ നഷ്ടപ്പെട്ടിട്ടില്ല. വിമതർ പാർട്ടി വിടാനുള്ള കാരണം പരിശോധിക്കണമായിരുന്നുവെന്നും GR അനിൽ News 18 പറഞ്ഞു. ചരിത്രത്തിലില്ലാത്ത കനത്ത പരാജയമാണ് ഇടതുമുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത്. CPM-ഉം CPI-യും വലിയ തിരിച്ചടി നേരിട്ടു. 17-ൽ നിന്ന് 8ആയി CPIയുടെ സീറ്റ് ചുരുങ്ങി. CPIയുടെ ദേശീയ കൗൺസിൽ അംഗം, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ GR അനിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ്, എവിടെയാണ് ഈ CPM-നും CPI-ക്കും ഇടതുമുന്നണിക്ക് മൊത്തത്തിൽ പിഴച്ചത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഓരോ പാർട്ടിയും അത് പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ തിരുത്തൽ വരുത്തി ജനവിശ്വാസം കൂടുതൽ ആർജിച്ച് മുന്നോട്ട് പോകാനുള്ള നടപടികളിലേക്ക് പോകുമെന്നാണ്, അതിനുള്ള നടപടികളിലേക്കാണ് നീങ്ങാൻ പോകുന്നത്.
സാധാരണഗതിയിൽ ചർച്ചകൾ പലപ്പോഴും CPIയിലും CPIയിലും കേൾക്കാറുള്ളത് ഭരണവിരുദ്ധ വികാരമുണ്ടായി, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമുണ്ടായി, UDF വർഗീയ കാർഡ് ഇറക്കി, അങ്ങനെ മാത്രം പറഞ്ഞ് പിടിച്ചെടുക്കാൻ പറ്റുന്നൊരു പരാജയമാണ്. കാരണം പാർട്ടി കോട്ടകൾ, അത് CPMന്റെ CPIയുടെ കോട്ടകൾ അടക്കം ഇളകിയുള്ള ഒരു പരാജയമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നന്നായി ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. രാഷ്ട്രീയമായിട്ടുള്ള വിജയമല്ല, പല സ്ഥലങ്ങളിലും പല രീതിയിലാണ്. അപ്പോൾ നമുക്ക് തിരുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ തിരുത്തണം. എതിർഭാഗത്തു നിന്നുള്ള വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ചിലത് ഉൾക്കൊള്ളേണ്ടി വരും. ഭരണരംഗത്ത് തന്നെ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായതായി നമ്മൾ ഒരിടത്തും കണ്ടില്ല. പക്ഷേ ജനങ്ങൾക്ക് കടുത്ത വിമർശനം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരുപോലെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള പറയുന്ന വാക്കിൽ തിരുത്തലുണ്ടായാൽ പോരാ, തിരുത്തുക തന്നെ ചെയ്യണമെന്നതാണ് ഇത് കാണിക്കുന്നത്. വിമത ഭീഷണിയൊക്കെ നേരത്തെ ഉണ്ടാകാറുണ്ട്. CPIയുടെ ഒരു MLA തന്നെ BJPയിൽ മത്സരിച്ചു, CPMന്റെ മുൻ MLA BJPക്ക് മത്സരിച്ചു, പ്രധാനപ്പെട്ട നേതാക്കൾ CPMന്റെ ഒക്കെ വിട്ടുപോയി, വിമതന്മാരായി വന്നു, അവരൊക്കെ ജയിച്ചു വരുന്നു. ഈ വിമതന്മാരെയൊക്കെ കൂടെ നിർത്താൻ CPIക്കും CPMനും കഴിയാതെ പോയിട്ടില്ലേ? അതെ, നമുക്കത് പരിശോധിക്കേണ്ട വിഷയമാണ്. കാരണം ഇടതുപക്ഷ രാഷ്ട്രീയം ഉപേക്ഷിച്ച് മറുവശത്ത് പോയി മത്സരിക്കുന്ന തരത്തിലേക്കുള്ള ചിന്ത എങ്ങനെ ഇത്തരം നേതാക്കന്മാർക്കുണ്ടാകുന്നു, അത് നമ്മൾ ഗൗരവമായി കാണേണ്ട കാര്യമാണ്. നിസ്സാരമായി കണ്ടാൽ നമുക്കത് കൂടുതൽ അപകടം ഉണ്ടാകും. അത് ഗൗരവമായി കണ്ടുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള മാറ്റം. ഒരാളിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ സംസാരിക്കണം, എന്താ കുഴപ്പം? അവരോട് സംസാരിക്കാൻ, അവർ പറയേണ്ട കാര്യങ്ങൾ പറയാനും കേൾക്കാനും നമുക്ക് കഴിയണം. ആ നിലപാടിൽ നമുക്ക് ആവശ്യമായ മാറ്റം വരുത്തണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അതിന് കഴിഞ്ഞിട്ടില്ല എന്ന് കൂടിയല്ലേ? അല്ല, ഇപ്പം നമുക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നും അപ്പുറത്ത് പോയി മത്സരിച്ചില്ലേ, CPMൽ നിന്നും അപ്പുറത്ത് പോയി മത്സരിച്ചില്ലേ? ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല വിഷയം. അങ്ങനെ പോകുന്ന, ഇന്നലെ വരെ 10-40 വർഷക്കാലത്തെ പാർട്ടി പ്രവർത്തനം ഉപേക്ഷിച്ച് പോകുന്ന ആളുകളെ മനസ്സിനെ നമുക്ക് കാണാൻ കഴിയണ്ടേ? അത് കാണണം. കണ്ടുകൊണ്ട് തന്നെ ആവശ്യമായ തിരുത്തൽ വരുത്തി, സമീപനത്തിൽ മാറ്റം വരുത്തി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ പോവുക തന്നെ ചെയ്യും. അങ്ങനെ പോയി നമുക്ക് തിരിച്ചു വരാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതൊരു താൽക്കാലികമായിട്ടുള്ള വിജയം തന്നെയാണ്. ഇത് സ്ഥായിയായിട്ടുള്ള വിജയമല്ല കേരളത്തിൽ. നമുക്കത് നന്നായിട്ടറിയാം. രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തെ മുഴുവൻ ജനങ്ങളും തള്ളിപ്പറഞ്ഞുകൊണ്ട് പോകുന്ന മറ്റ് സ്റ്റേറ്റുകളെ പോലെയല്ല. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മൾ തിരുത്തിയാൽ തിരിച്ച് നമുക്കിത് ഇതിലേക്ക് എത്താൻ കഴിയും, ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ ആർജിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. തിരുവനന്തപുരത്ത് 2 സീറ്റ് BJP ജയിച്ചു. കുറച്ചപ്പുറത്ത് ചാത്തന്നൂർ CPIയുടെ സീറ്റ് തന്നെ BJP പിടിച്ചെടുക്കുന്നു. BJPയുടെ ഒരു വളർച്ച എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇതുപോലുള്ള സമീപനം ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ സ്വീകരിച്ചാലും, ഇപ്പം കോൺഗ്രസ് പലപ്പോഴും സ്വീകരിക്കുന്ന മൃദു സമീപനത്തിൻ്റെ ഫലമായിട്ടാണ് BJP ശക്തിപ്പെടുന്നത്. ചില കേന്ദ്രങ്ങളിൽ LDFന്റെ കേന്ദ്രങ്ങളിലും BJP ശക്തിപ്പെടുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സ്വന്തമായിട്ടുള്ള ആ സമീപനം രീതി നമുക്ക് നടപ്പാക്കാനും അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാനും കഴിഞ്ഞാൽ ഈ അവസ്ഥ മാറും. സാധാരണ ജനങ്ങളാണല്ലോ അപ്പുറത്ത് ഇത്തരം രാഷ്ട്രീയത്തിൻ്റെ കൂടെ പോകുന്നത്. അതുപോലെ സാധാരണ കുടുംബങ്ങളാണല്ലോ ഈ മതപരമായിട്ടുള്ള പ്രചരണങ്ങൾ വീണു പോകുന്നത്. അപ്പോൾ അത് രണ്ടും നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധം നമുക്ക് കുറഞ്ഞു വരികയാണ്. അത്തരം കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധം നമുക്ക് കുറഞ്ഞു വരികയാണ്. ആ കണ്ണികൾ പുനഃസ്ഥാപിച്ചെടുക്കാൻ കഴിയണമെന്നതാണ് ഇത്തരം പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. തീർച്ചയായും തന്നെയാണ്. സർക്കാരിനെതിരെ ഒരു വികാരം സ്വാഭാവികം ഉണ്ടായെങ്കിൽ പോലും അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ സംഭവിച്ചു. രാഷ്ട്രീയമായ വലിയ തിരിച്ചടികൾ ഉണ്ടായെന്ന ഒരു പൊതുവിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. തുറന്ന ചർച്ചയും യഥാർത്ഥ പരാജയ കാരണങ്ങളിലേക്ക് ചർച്ചകൾ പോകുമെന്ന് തന്നെയാണ് CPIയുടെ പ്രധാനപ്പെട്ട നേതാവായ GR അനിൽ വ്യക്തമാക്കുന്നത്. ശബരിമല വിഷയത്തിൽ ഉത്തരവാദിത്തമില്ലെന്ന് പറഞ്ഞൊഴിയാൻ കഴക്കൂട്ടത്തെ മുൻ MLAക്ക് കഴിയില്ലെന്ന് V മുരളീധരൻ. വസ്തുത മനസ്സിലാക്കി ജനം വോട്ട് ചെയ്തു. O രാജഗോപാലിനെ സഹതാപം കൊണ്ട് ജയിപ്പിച്ചതാണെന്നാണ് ചിലർ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ 3 സീറ്റ് നേടിയാണ് BJP ഇതിന് മറുപടി നൽകിയതെന്നും V മുരളീധരൻ പറഞ്ഞു. ഈ മുൻ MLA അദ്ദേഹത്തിന് ഇതിൽ ഉത്തരവാദിത്തമില്ല, ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൈകഴുകാൻ ശ്രമിച്ചപ്പോൾ വസ്തുതകൾ ജനങ്ങൾ മനസ്സിലാക്കി. ആ വസ്തുതകൾ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത ഏതാണ്ട് 17,000 പേര് ഇത്തവണ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടില്ല. അത് വലിയൊരു സംഖ്യയല്ല. ഭാരതീയ ജനതാ പാർട്ടിയെക്കുറിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ O രാജഗോപാൽജി ജയിച്ചപ്പോൾ അന്ന് എല്ലാവരും വിധി എഴുതിയത് അദ്ദേഹത്തോടുള്ള സഹതാപം കാരണം ജനങ്ങൾ വോട്ട് ചെയ്തതാണ്. ഇത്രയും വർഷമായിട്ട്, ഇത്രയും പ്രായമായിട്ടുള്ള ഒരാൾ വർഷങ്ങളായിട്ട് മത്സരിച്ച് തോറ്റുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ജനങ്ങൾ ഒരു തവണ ജയിപ്പിച്ചു വിട്ടു. പക്ഷേ ഈ തവണത്തെ വിജയം 3 സീറ്റുകളിലുള്ള വിജയമാണ്.
മഞ്ചേശ്വരത്ത് LDF UDFനെ സഹായിച്ചുവെന്ന് കെ സുരേന്ദ്രൻ. 20,000-ലധികം വോട്ടുകൾ LDFന് കുറഞ്ഞു. മണ്ഡലത്തിൽ സാമുദായിക ഏകീകരണം ബോധപൂർവം ഉണ്ടാക്കിയതാണ്. രാഷ്ട്രീയത്തിനപ്പുറം ചില ശക്തികൾ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടു എന്നും സുരേന്ദ്രൻ പറഞ്ഞു. നാടിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായവരെ പോലും തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചുവെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കെ മുരളീധരനെ സന്ദർശിച്ച് കെ സുധാകരൻ. തിരുവനന്തപുരത്തായിരുന്നു കൂടിക്കാഴ്ച. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായിരിക്കെയാണ് മുരളിയെ കാണാൻ സുധാകരനെത്തിയത്. പേരാമ്പ്രയിലെ ഫാത്തിമ തഹലിയുടെ വിജയത്തിൽ വെൽഫെയർ പാർട്ടി നിർണായക പങ്കുവഹിച്ചതായി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി. ഫാത്തിമ വെൽഫെയർ പാർട്ടി നോമിനി എന്ന പ്രചാരണത്തിന് എന്തു ഫലം ലഭിച്ചുവെന്ന് ജനവിധിയിലൂടെ തെളിഞ്ഞു. BJPയുടെ 3 സീറ്റുകൾ ആശങ്ക ഉണർത്തുന്നതാണ്. CPM വിതച്ച വർഗീയ വിദ്വേഷത്തിന്റെ ഫലം കൊയ്ത് BJP ആണെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഉജ്ജ്വലമായ വിജയം നേടി നിൽക്കുമ്പോൾ വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി നമുക്കൊപ്പമുണ്ട്. വലിയ പേരുദോഷം കേട്ട് അല്ലെങ്കിൽ ഈ വെൽഫെയർ പാർട്ടിയുമായി സഖ്യം ചേരുന്നു, അല്ലെങ്കിൽ ഇത് വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമം നടത്തുന്നൊക്കെയാണ് പലപ്പോഴും ആരോപണങ്ങൾ ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെ കാണുന്നു ഈ വിജയത്തെ? അതിൽ CPM ആണ് അത്തരം പ്രചാരണങ്ങൾ കേരളത്തിൽ നടത്തിയത്. അവരുടെ കൂടെ BJP ഞങ്ങൾക്കെതിരെ വലിയ ക്യാമ്പയിൻ നടത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ കണ്ടത് BJPയും CPMഉം അഥവാ ഇടതുപക്ഷവും ഒരേ നരേറ്റീവിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ സെറ്റ് ചെയ്തത്. വെൽഫെയർ പാർട്ടിക്കെതിരായ പ്രചരണം അതിന്റെ ഭാഗമാണ്. അതിനെയെല്ലാം ജനം പുച്ഛിച്ചു തള്ളി വലിയ തിരിച്ചടി CPMന് കൊടുത്തു എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമ്മളോട് പറയുന്നത്. വിഭാഗീയ പ്രചരണങ്ങളും വിദ്വേഷ പ്രചരണങ്ങളും കേരളം അംഗീകരിക്കുകയില്ല എന്ന താക്കീതാണ് CPMന് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനം നൽകിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വിലയിരുത്തുമ്പോൾ വലിയ പ്രയാസത്തോടെയാണ് നമ്മൾ BJPയുടെ 3 സീറ്റിലുള്ള വിജയം കാണുന്നത്. ഞങ്ങളത് പ്രതീക്ഷിച്ചിരുന്നില്ല. തീർച്ചയായും ആ വിജയം BJPയെ പരാജയപ്പെടുത്തുവാനുള്ള ലൈൻ തന്നെയായിരുന്നു ഈ 3 മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ഞങ്ങൾ സ്വീകരിച്ചത്. പക്ഷേ ഈ വിഭാഗീയ വിദ്വേഷ പ്രചരണങ്ങളുടെ വിഷവിത്ത് പാകി മുളപ്പിക്കാൻ CPM ഉൾപ്പെടെ ശ്രമിച്ചു. അതിന്റെ കൊയ്ത്ത് നടത്തിയിരിക്കുന്നത് BJP ആണ് എന്നതാണ് ഈ 3 സീറ്റിലെ വിജയത്തെ കേരളത്തോട് വളരെ ഗൗരവത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് BJPയുടെ വിജയത്തെ തടയാൻ വിശാലമായ മതനിരപേക്ഷ മുന്നേറ്റം ഉണ്ടായി വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. CPM നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾ കൂടിയാണ് BJPയുടെ ഈ വിജയത്തിന് കാരണമായത് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായ വിജയം ആഹ്ലാദകരമായി വിലയിരുത്തുമ്പോൾ തന്നെ 3 സീറ്റുകൾ BJPക്ക് ജയിച്ചു കയറാൻ കഴിഞ്ഞു. കേരള നിയമസഭയിൽ അവരുടെ 3 MLAമാരുണ്ടാകുന്നു എന്നത് ഒരു അപകട സൂചനയായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. വെൽഫെയർ പാർട്ടിയുടെ നോമിനിയാണ് പേരാമ്പ്രയിൽ മത്സരിച്ച ഫാത്തിമ തഹലി എന്നായിരുന്നു ആദ്യ ആരോപണം വന്നത്. പിന്നീട് വർഗീയ രീതിയിലുള്ള പല പ്രചാരണങ്ങളും വന്നു. നോമിനി ആയിരുന്നോ ഫാത്തിമ? ഇപ്പോൾ ഫാത്തിമ തഹലിയ നല്ല വോട്ടിന് ജയിച്ചല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ UDFന് ഞങ്ങൾ പിന്തുണ നൽകുമ്പോൾ എല്ലാ കാൻഡിഡേറ്റുകളും ഞങ്ങളുടെ കൂടി പിന്തുണയുള്ള കാൻഡിഡേറ്റുകളാണ്. അവർ നോമിനിയാണ് എന്ന സ്വഭാവത്തിലുള്ള വലിയ പ്രചരണങ്ങൾ നടന്നു. അത് ഞങ്ങളുടെ പത്രസമ്മേളനം നടന്ന ശേഷം ആദ്യമായി ആ പ്രചരണം കേരളത്തിന്റെ മുമ്പിൽ തുറന്നുവിട്ടത് മുൻ മന്ത്രി കൂടിയായ അഹമ്മദ് ദേവർഗോവിലാണ്. അദ്ദേഹം ഇപ്പോൾ വലിയ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. പിന്നീട് അത് കേരളത്തിന്റെ മുമ്പിൽ അഥവാ കോഴിക്കോട് തന്നെ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് എളമരം കരീം പറഞ്ഞു. എന്തിനാണ് എളമരം കരീം പറഞ്ഞത്? അദ്ദേഹത്തിന് പ്രത്യേകമായി TP രാമകൃഷ്ണനെ തോൽപ്പിക്കണമെന്ന പ്ലാൻ ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല. ഏതായിരുന്നാലും ഈ പ്രചരണങ്ങളെല്ലാം CPM നടത്തി. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടാൻ ആവാതെ TVക്ക് 118 പേരുടെ പിന്തുണയാണ് സർക്കാർ ഉണ്ടാക്കുവാൻ ആവശ്യം. അണ്ണാ DMK പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ടെങ്കിലും അവരുടെ പിന്തുണ വിജയ് സ്വീകരിക്കുമോ എന്ന് വ്യക്തമല്ല. അൻപുമണി രാംദാസിന്റെ PMKയുടെ പിന്തുണയും വിജയ് പ്രതീക്ഷിക്കുന്നു. TG സജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. സജിത്ത്, എന്താണ് തമിഴ്നാട്ടിലുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? പല ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്. നമുക്കറിയാം കോൺഗ്രസുമായി ഒരുപക്ഷെ കൈകൊടുത്തേക്കാം. CPM നേതാക്കളെ വിളിച്ചുവെന്നറിയുന്നു. ചെറിയ പാർട്ടികളുടെ പിന്തുണയോടുകൂടി സർക്കാർ രൂപീകരിക്കുക എന്നുള്ളതാണോ വിജയ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? ദേശീയ ശ്രദ്ധ മുഴുവൻ തമിഴ്നാട്ടിലേക്കാണ്. എന്ത് സംഭവിക്കും തമിഴക രാഷ്ട്രീയത്തിൽ? TVK എന്ന പുതുമുഖ രാഷ്ട്രീയ കക്ഷിക്ക് വിജയ്ക്ക്, സിനിമാ താരം വിജയ്ക്ക് മുഖ്യമന്ത്രിയാവാൻ എങ്ങനെ വഴിയൊരുക്കും? കേവല ഭൂരിപക്ഷത്തിന് വഴി ഇതുവരെ തെളിഞ്ഞിട്ടില്ല.
പക്ഷേ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി TVK ആണ്. 108 അംഗങ്ങളുമായി നിൽക്കുന്നു. പക്ഷേ തമിഴകത്ത് കേവല ഭൂരിപക്ഷം തികയ്ക്കണമെങ്കിൽ 118 അംഗങ്ങളുടെ പിന്തുണ വേണം. എങ്ങനെയാണ് അധികമായ ഈ 10 അക്കം തികയ്ക്കാൻ TVKയ്ക്ക് കഴിയുക? ആരുടെ പിന്തുണ തേടാൻ കഴിയും? ഇതാണ് സാഹചര്യം. എന്തായാലും ഇതിനുള്ള വഴികൾ തേടുകയാണ് TVK എന്ന രാഷ്ട്രീയ കക്ഷി. വിജയ് സുപ്രധാനമായ കൂടിയാലോചനകൾ നടത്തുകയാണ്. എല്ലാ രംഗത്തു നിന്നും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പൊതുശ്രദ്ധ മുഴുവൻ തമിഴ്നാട്ടിലെ സർക്കാർ രൂപീകരണത്തിലേക്ക് വരികയാണ്. ഈ സാഹചര്യത്തിൽ എന്താണ് ഇതിൻ്റെ സാധ്യതകൾ എന്ന കാര്യം കൂടിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. തമിഴകത്തു നിന്ന് വരുന്ന പുതിയ അപ്ഡേറ്റുകൾ അനുസരിച്ച് പുതിയ മുന്നണി രൂപീകരിക്കാൻ, പുതിയ സർക്കാർ രൂപീകരിക്കാൻ TVK ഗവർണറോട് കൂടുതൽ സമയം തേടിയിട്ടുണ്ട്. മുന്നണി ഫോർമേഷന് വേണ്ടിയുള്ള MLA-മാരുടെ പിന്തുണ ഉറയിക്കുന്നതിന് വേണ്ടിയാണ് ഈ തരത്തിലുള്ള നീക്കം നടക്കുന്നത്. തമിഴകത്തെ കക്ഷി നില ഇങ്ങനെയാണ്: TVK 108, DMK 59, ADMK 47, കോൺഗ്രസ് 5, PMK 4, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 2, CPI 2, VCK 2, CPM 2, BJP 1, DMDK 2, AMK എന്ന ചെറിയ കക്ഷിക്കും 1. അങ്ങനെ 234 എന്ന കക്ഷി നിലയാണ് പൊതുവിൽ. ഇതിൽ TVK ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. 108 എന്നതാണ്. അധികമായി വരുന്ന 10 പേരെ എങ്ങനെ കൂട്ടിച്ചേർക്കുമെന്നതാണ് ചോദ്യം. 108 എന്നതാണ് നിലവിലെ സംഖ്യ. 118 ആണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. കുറയ്ക്കുമ്പോൾ 10 പേരെ എങ്ങനെ കണ്ടെത്തും എന്നതാണ് ചോദ്യം. ഈ 10 പേർ എന്ന മാജിക് നമ്പറിലേക്ക് എത്തണമെങ്കിൽ 2-3 സാധ്യതകളാണ് TVKയ്ക്ക് മുന്നിലുള്ളത്. ഒന്ന്, DMK, ADMK ഒഴികെയുള്ള ചെറുകക്ഷികളുടെ പിന്തുണ തേടുക. ആ ചെറുകക്ഷികൾ ആരൊക്കെയാണ്? ഒന്ന്, കോൺഗ്രസിൻ്റെ സാധ്യത തേടാവുന്നതാണ്. ഇതിനകം തന്നെ കോൺഗ്രസ് ചില സൂചനകൾ പങ്കുവച്ചിട്ടുമുണ്ട്. അപ്പോൾ നിലവിലുള്ള 108-ന് പുറമെ 5 പേരെ കൂടി കൂട്ടിച്ചേർക്കാം. മറ്റ് 5 പേരെ എങ്ങനെ കണ്ടെത്തും? സാധ്യതകൾ പലതുണ്ട്. ഒരുപക്ഷെ വേണമെങ്കിൽ PNK പട്ടാളി മക്കൾ കക്ഷിയുടെ പിന്തുണ തേടാം. അങ്ങനെയെങ്കിൽ 4 അക്കം കൂട്ടിച്ചേരുന്നുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ചേരാം, 2 ഉണ്ട്. ഒപ്പം CPM-ഉം CPI-യും ഒക്കെ ചേർന്ന 4 അക്ക സംഘത്തിലേക്കും എത്തിച്ചേരാൻ കഴിയും. ഇത് കൂടിച്ചേരുമ്പോൾ തന്നെ ഏകദേശം ഭേദപ്പെട്ട ഒരു പ്രകടനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നു എന്നതാണ് സാഹചര്യം. അതായത് 108-ഉം 5-ഉം ചേരുമ്പോൾ 113 എന്ന അക്കത്തിലേക്ക് വരുന്നു. 13-ഉം 4-ഉം 17-ലേക്ക് വരുന്നുണ്ട്. 17-ഉം 2-ഉം 19, 19-ഉം 4-ഉം 23. അതായത് 123 എന്ന മാന്ത്രിക സംഖ്യ എന്ന അക്കത്തിലേക്ക് ഒരു പക്ഷേ എത്തിച്ചേരാൻ കഴിയുന്നുണ്ട്. ഇതൊരു സാധ്യതയാണ്. എന്തായാലും 118 എന്ന അക്കത്തിലേക്ക് ചേരാൻ 1, 2, 3 കക്ഷികളുടെ പിന്തുണ ചേരുമ്പോൾ തന്നെ TVKയ്ക്ക് സാധ്യമാകുന്ന ഒരു കാര്യമെന്ന ഒരു സാധ്യത മുന്നിലുണ്ട്. പക്ഷേ ഈ സർക്കാരിൻ്റെ ഒരു പൊതുവായ അവസ്ഥ വലിയൊരു ദുർബലാവസ്ഥ, അതായത് കേവല ഭൂരിപക്ഷത്തിനും അധികമുള്ള ചെറിയ നമ്പറിലേക്ക് എത്തുന്ന ഒരവസ്ഥ, സ്ഥിരതയില്ലാത്ത ഒരു സർക്കാർ എന്നൊരു സാധ്യത, ഒരു വെല്ലുവിളി ഉണ്ടായേക്കാം. ഒരുപക്ഷേ TVKയ്ക്ക് ഏറ്റവും സാധ്യത ഉണ്ടാകുമായിരുന്ന ഒരു കാരണം BJP-യുടെ കക്ഷി നിലയിൽ വലിയ സംഖ്യ ഉണ്ടായിരുന്നെങ്കിൽ അവരുമായി സഖ്യം ചേരാനുള്ള ഒരു സാധ്യതയാണ്. പക്ഷേ നോക്കൂ, BJP-ക്ക് വെറും ഒരാളുടെ പിന്തുണ, ഒരു പ്രാതിനിധ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ TVKയ്ക്ക് എന്തായാലും കേവല ഭൂരിപക്ഷം തയ്ക്കാൻ BJP-യുടെ പിന്തുണ കൊണ്ട് സാധ്യമല്ല എന്ന ഒരു പൊതുചിത്രമുണ്ട്. ഇനി ഒരു സ്ഥിരതയായ സർക്കാർ ഉണ്ടാക്കാനുള്ള മറ്റു 2 സാധ്യതകൾ നിലവിലുള്ള പ്രബല കക്ഷികളായ DMK അല്ലെങ്കിൽ ADMK-യുടെ പിന്തുണ തേടുക എന്നതാണ്. അവർ 2 പേരും കൂടെ ചേർത്താൽ സ്ഥിരതയായ ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ DMK-യുമായി അത് സാധ്യമല്ല. മറ്റൊന്നുമല്ല, DMK-ക്കെതിരായ വലിയ രാഷ്ട്രീയ നീക്കവും നിലവിലുള്ള സർക്കാരിനെതിരായ മുദ്രാവാക്യങ്ങളുമായിട്ടാണ് വിജയ് പുതിയ പാർട്ടിയുടെ ഫോർമേഷൻ നടത്തുന്നത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് രംഗത്തെ ആ നീക്കങ്ങൾ DMK-യുമായി ചേർന്ന് പോകാൻ കഴിയില്ല. DMK പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കാനാണ് സാധ്യത. അപ്പോൾ ADMK എന്നൊരു സാധ്യതയുണ്ട്. അപ്പോൾ TVK-യും ADMK-യും കൂടെ ചേരുമ്പോൾ ലഭിക്കാൻ പോകുന്ന ഒരു വലിയ സംഖ്യ, ആ ഒരു പിന്തുണ ഒരുപക്ഷേ വിജയ്ക്ക് മുന്നിൽ മറ്റൊരു ചാൻസ് 2 എന്ന് നമുക്ക് വിളിക്കാം. ആ തരത്തിലുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ സാധ്യതകളാണ് വിജയ്ക്ക് മുന്നിൽ ഒരു സർക്കാർ രൂപീകരണത്തിന് മുന്നിലുള്ളത്. വിജയ് തമിഴകത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെടണമെങ്കിൽ ഈ സാധ്യതകൾക്ക് ഉത്തരം തേടേണ്ടതുണ്ട്. തമിഴകത്തിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ സാധ്യതകൾ 1, 2, 3 പോലെയുള്ള ആ സാധ്യതകൾ തേടലിലായിരിക്കും. ആദ്യം ചെറിയ പക്ഷികളുടെ പിന്തുണ ഉറപ്പിക്കാൻ ശ്രമിക്കുമോ, അതല്ലെങ്കിൽ ADMK പോലെയുള്ള കക്ഷികളുടെ പിന്തുണയിലേക്ക് പോകുമോ? ആരും മനസ്സ് തുറക്കുന്നില്ല ഇതുവരെ. എന്തായാലും തമിഴക രാഷ്ട്രീയത്തിൻ്റെ ആകാംക്ഷ മുന്നോട്ട് പോവുകയാണ്. തമിഴകത്ത് ആര് മുഖ്യമന്ത്രിയാകും? ഈ സാഹചര്യങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുക? ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഈ നീക്കം എന്തായാലും തമിഴക രാഷ്ട്രീയത്തിൽ സംഭവിക്കുമെന്ന് ഉറപ്പാണ്. എല്ലാ ശ്രദ്ധയും തമിഴകത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആരാകുമെന്നതാണ്. എങ്ങനെ വിജയ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും, കാത്തിരിക്കും. ഒപ്പം പശ്ചിമബംഗാളിൽ പുതിയ NDA സർക്കാർ മെയ് 9-ന് സത്യപ്രതിജ്ഞ ചെയ്യും.
രവീന്ദ്ര ജയന്തിയോട് അനുബന്ധിച്ച് സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തുമെന്നാണ് കരുതുന്നത്. ആദ്യമായാണ് ബംഗാളിൽ BJP അധികാരത്തിലെത്തുന്നത്. സജിത്ത്, ബംഗാളിൽ BJPയുടെ ചർച്ചകൾ സജീവമാണ്. അവിടെ വേറെ കൺഫ്യൂഷനൊന്നുമില്ല. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ട്. സുവേന്ദ അധികാരത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതാമല്ലേ? ഏറ്റെടുത്ത തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെല്ലാം വിജയം കണ്ടു. വങ്കനാട് പിടിക്കാൻ BJP ഇക്കുറി പയറ്റിയത് പതിവിൽ നിന്ന് വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് രീതികളും ശൈലികളുമാണ്. ആദ്യം തന്നെ SIR ആയിരുന്നു. അതായത് SIRലെ നടപ്പിലാക്കി നടത്തിയ വോട്ടർ പട്ടികയിലെ പൊളിച്ചെഴുത്തൽ കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കാൻ BJPക്ക് കഴിഞ്ഞുവെന്നതാണ് സാഹചര്യം. ബംഗാളിന്റെ ചിത്രം പരിശോധിക്കുമ്പോൾ ബംഗാളിലെ 292 സീറ്റുകളിൽ BJP 206 സീറ്റുകളിലേക്ക് കുതിച്ചെത്തുന്നത് തുച്ഛമായ സീറ്റുകളിൽ നിന്നും 10 വർഷം കൊണ്ട് നേടുന്ന ഒരു വമ്പൻ വിജയമായി കൂടി മാറുകയാണ്. 80 സീറ്റുകളിലേക്കാണ് തൃണമൂൽ കോൺഗ്രസ് ഒതുങ്ങുന്നത്. കോൺഗ്രസിന് 2 സീറ്റുകളും CPM ഒരു ചെറിയ തിരിച്ചുവരവിൻ്റെ സൂചനകൾ നൽകിക്കൊണ്ട് ഒരു സീറ്റിലും വിജയിച്ചു എന്നതാണ് ഇതുവരെയുള്ള സാഹചര്യം. അപ്പോൾ ബംഗാൾ രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത് സുവേന്ദു അധികാരി എന്ന മമതയുടെ പഴയ ശിഷ്യൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയാണ്. മമതയ്ക്കുണ്ടാവുന്ന കനത്ത തോൽവികൾക്ക് ഇനി എന്തു മറുപടി? മമതാ ബാനർജിയുടെ തിരിച്ചുവരവ് ബംഗാൾ രാഷ്ട്രീയത്തിൽ സാധ്യമാകുമോ? ഇങ്ങനെ പല ചോദ്യങ്ങളാണ്. ബംഗാളിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി പരിശോധിക്കുമ്പോൾ ഏകദേശം 177 സീറ്റിലെ BJPയുടെ വിജയം SIR മൂലം ഒഴിവാക്കപ്പെട്ടവരെക്കാൾ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ്. അതായത് SIR ആണ് BJPയുടെ വിജയത്തിന് ഏറ്റവും വലിയ ഘടകമായതെന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ കണക്കെടുപ്പുകൾ. അതായത് മമതാ ബാനർജിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ SIR മൂലം ഒഴിവാക്കപ്പെട്ട വോട്ടർമാരുടെ എണ്ണം നിരവധിയാണ്. ഇങ്ങനെ ഒഴിവാക്കപ്പെട്ട ഇടങ്ങളിലൂടെ തന്നെ വലിയ രീതിയിൽ ആ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. ഏകദേശം 177 സീറ്റുകളിൽ തന്നെ ഇതിൻ്റെ പ്രതിഫലനമുണ്ടായി എന്നതാണ് പുറത്തു വരുന്ന കണക്കുകൾ. സ്വാഭാവികമായും കേന്ദ്രസേനയെ വിന്യസിച്ചുകൊണ്ടുള്ള BJPയുടെ തന്ത്രങ്ങളും വിജയം കണ്ടു. അമിത്ഷാ നേരിട്ട് നടത്തിയ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഇക്കുറി പശ്ചിമ ബംഗാൾ പിടിക്കുക എന്ന നീക്കങ്ങൾ അത് പൂർണ്ണമായി വിജയം കണ്ടതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP കേന്ദ്രങ്ങൾ. ഈ സർക്കാർ രൂപീകരണമടക്കമുള്ള തുടർ ചർച്ചകളിലേക്ക് BJP കടക്കുകയാണ്. ഒപ്പം ഇനി മമതാ ബാനർജിയുടെ തിരിച്ചുവരവ് സാധ്യമാകുമോ എന്ന ചോദ്യം. തമിഴ്നാട്ടിൽ വിജയിയെ പിന്തുണയ്ക്കണോ എന്ന കാര്യം കോൺഗ്രസ് പരിശോധിക്കുമെന്ന് KC വേണുഗോപാൽ. DMK വിട്ട് TVKയെ പിന്തുണയ്ക്കുന്ന കാര്യം കോൺഗ്രസ് സജീവമായി പരിഗണിക്കുന്നുവെന്ന വാർത്തകൾക്കിടെയാണ് വേണുഗോപാലിന്റെ പ്രതികരണം. പാർട്ടി എന്ത് ചെയ്യണമെന്നുള്ള നിലപാടുകൾ വരും ദിവസങ്ങളിൽ തീരുമാനിക്കും, ഇന്നും നാളെയൊക്കെ ആയിട്ട്. പാർട്ടിയുടെ മുന്നിൽ എന്താണ് വഴി എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു മുന്നണിയിലാണ് മത്സരിച്ചത്. പക്ഷേ പുതിയ സാഹചര്യത്തിൽ എന്ത് തീരുമാനിക്കണമെന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കുന്നു. നടൻ സന്തോഷ് K. നായർ വാഹനാപകടത്തിൽ അന്തരിച്ചു. പത്തനംതിട്ട ഏനാത്ത് കാറും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് മരണം. ഭാര്യയ്ക്ക് പരിക്കുണ്ട്. അപകടത്തിന് പിന്നാലെ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 100-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ അടുത്തിടെ വിജയമായ മോഹിനിയാട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന സിനിമ. UAE-യിൽ ആക്രമണം കടുപ്പിച്ച ഇറാൻ 12 ബലിസ്റ്റിക് മിസൈലുകളും 3 ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചു. 4 ഡ്രോണുകൾ ഉപയോഗിച്ചും ആക്രമണം നടന്നു. ആക്രമണത്തിൽ ഫുജൈറയിൽ തീപിടുത്തമുണ്ടായി. 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. ആക്രമണത്തെ UAE കടുത്ത ഭാഷയിൽ അപലപിച്ചു. ഇടുക്കി പൂപ്പാറയിൽ വില്ലേജ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ തർക്കം. പന്തിയാർ പുഴയോരത്തെ വീടുകൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി വിച്ഛേദിക്കാനെത്തിയപ്പോഴായിരുന്നു തർക്കം. പൂപ്പാറ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ വൈദ്യുതി വകുപ്പും പോലീസും സ്ഥലത്തെത്തി. തുടർ ചർച്ചകൾക്ക് ശേഷം നടപടി സ്വീകരിക്കാമെന്ന് പിന്നീട് അധികൃതർ ഉറപ്പു നൽകി. മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് പഞ്ചായത്ത് എനിക്ക് നിർദ്ദേശം മലപ്പുറം തുവൂരിൽ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കെ ട്രാക്കിലേക്ക് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. തുവൂർ കമാന മേൽപ്പാലത്തിന്റെ ഭിത്തിയാണ് ഇടിഞ്ഞു വീണത്. ആർക്കും പരിക്കില്ല. നിലമ്പൂർ ഷൊർണൂർ പാതയിൽ ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി തടസ്സപ്പെട്ടു. പുലർച്ചെ 3:30-യോടെയാണ് നിലമ്പൂർ ഷൊർണൂർ മെമു പോകുന്നതിനിടെ മണ്ണിടിഞ്ഞു വീണത്. തുടർന്ന് നിലമ്പൂരിലേക്ക് തന്നെ തിരിച്ചുപോയി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് റെയിൽ പാതയിൽ നിന്നും മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. UDF-ന് വോട്ട് ചെയ്ത ആളുകൾ വിഡ്ഢികളെന്ന് MM മണി. LDF-നുണ്ടായത് ശക്തമായ തിരിച്ചടിയാണ്. കൂടിയാലോചിച്ച് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പരിശോധിക്കുമെന്നും MM മണി പറഞ്ഞു. ഏതായാലും ഞങ്ങൾ തോറ്റു എന്നുള്ളത് ശരി തന്നെ. അതിപ്പം
ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വോട്ട് കുറഞ്ഞു പോയി, ഞങ്ങൾ തോറ്റു, ഞങ്ങൾക്ക് ഒരു ശക്തമായി തിരിച്ചടി തന്നെയാണ് വന്നെന്നാണ് ഞാൻ കാണുന്നത്. ഭരണവിരുദ്ധ വികാരമാണോ എന്നൊന്നും നമുക്ക് വിലയിരുത്താതെ ഞാനിപ്പോൾ കയറി പറയുന്നത് ശരിയല്ല. മാറ്റി ചിന്തിക്കാൻ കാരണം ഒന്നെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ ജനങ്ങൾ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കണം. കാലങ്ങളായി പതിറ്റാണ്ട് 50 വർഷം 60 വർഷമായി ഞങ്ങളില്ലാതെ ആരാ കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത്, പൊരുതിയിരിക്കുന്നത്? ആയിരക്കണക്കിന് ആളുകൾ ജീവൻ ധരിച്ച് പൊരുത്തിയിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് തോറ്റതിനെ അടിസ്ഥാനപ്പെടുത്തുന്നത് ഞങ്ങളെ വിലയിരുത്തണ്ട. അതൊക്കെ ഞങ്ങൾ വെറും പുല്ല് പോലെ കണക്കാക്കി ഞങ്ങൾ മുണ്ടും മടക്കി കുത്തി ഇനി ഇറങ്ങി പ്രവർത്തനം സംഘടിപ്പിക്കും. ഇതിനെല്ലാം ഞങ്ങൾ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവർക്ക് വോട്ട് ചെയ്ത ആളുകൾ വിഡ്ഢികളാ. കാരണം എന്നാ, തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് പെട്ടിക്കകത്താകുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ചർച്ച തുടങ്ങിയ ഒരു പാർട്ടിയെ പറ്റി എന്നാ പറയാനാ? ഇനി അവന്മാർ ഉണ്ടാക്കാൻ പോകുന്നതാണ്. എനിക്ക് കരുത്തില്ല, നാറാൻ പോവാ നാട് മുഴുവൻ. ഇനിയിപ്പോ അടിയാ എന്റെ ആരാകണം, സതീശനാകണോ, പിന്നെ എന്നെ അഥവാ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കാൻ വേണ്ടിയുണ്ട്. വേണുഗോപാലനാണ് കവിയുടെ മൂർത്തി നിൽക്കുക ഇങ്ങനെ. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ റിപ്പോർട്ട് തേടി ഹൈക്കോടതി. മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസ് മെയ് 15-നകം മറുപടി നൽകണം. ഹൈക്കോടതി അവധിക്കാല സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,675, പവന് 1,94,000. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,295, പവന് 90,360. വെള്ളി ഗ്രാമിന് 255, കിലോയ്ക്ക് 2,55,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.